ഓൾ വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇലക്ട്രീഷ്യൻ, വയർമാൻ, ലൈൻമാൻ കോഴ്സുകളിലേക്ക് ITI ലെവലിൽ കേരള PSC നടത്തുന്ന എക്സാംസിന്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണല്ലേ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ടെക്നീഷ്യൻ ലെവൽ പോസ്റ്റ്, അതായത് ITI ക്വാളിഫിക്കേഷൻ വരുന്ന പോസ്റ്റുകളിലേക്കുള്ള ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള, ഓക്കെ, സ്പെസിഫിക്കലി ഫോർ ഇലക്ട്രിക്കൽ വരുമ്പോൾ വയർമാൻ ആവാം, ലൈൻമാൻ ആവാം, സ്കിൽഡ് അസിസ്റ്റന്റ് ആവാം, ഇലക്ട്രീഷ്യൻ ആവാം, അങ്ങനത്തെ ട്രേഡ്സ്മാൻ വരുന്നുണ്ട്. സോ ഈ ഏരിയകളിലെല്ലാം നമുക്ക് PSC വിളിക്കുന്ന വേക്കൻസിക്ക് നോട്ടിഫിക്കേഷൻ അനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ITIയുടെ കരിക്കുലം നിമി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. സിലബസ് നിമിയെ ബേസ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ നിമിയെ ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ 2 ക്ലാസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ലൈവ് സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു റെക്കോർഡ് സെഷൻ ഉണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ 3ാമത്തെ സെഷനാണ്, ഫസ്റ്റ് മൊഡ്യൂളിന്റെ 3ാമത്തെ സെഷനാണ്. ഓക്കെ, ബേസിക് ഇലക്ട്രിസിറ്റിയിലെ. അപ്പോൾ ഓരോ പോയിന്റ് അടുത്തൊരു പോയിന്റ് ആയിട്ട് നോക്കാം. നമുക്ക് ബേസിക്സിൽ വരുന്ന എന്തൊക്കെയാണുള്ളത് ഓരോ പോയിന്റ്സ് ആയിട്ട് അടുത്ത് നോക്കുവാണ്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണ്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് നമുക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള സാധനമാണ്. നമ്മൾ EMF എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ജനറൽ ആയിട്ട് പറയാം. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഒന്നും എപ്പോഴും പറയാറില്ലല്ലേ, EMF എന്ന് പറയാനുണ്ട്. സോ വാട്ട് ഈസ് ദാറ്റ്? EMF. ഓക്കെ, EMF എന്ന് പറയുന്നത് ഒരു സോഴ്സിന് ഉണ്ടാവുന്നൊരു സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ആ പേരിൽ തന്നെ ഉണ്ടത് ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കാനുള്ള ഒരു ഫോഴ്സ്, ദാറ്റ് ഈസ് കോൾഡ് EMF. So in order to move the electrons in a circuit, a source of electrical energy is required. അപ്പോൾ ഒരു എനർജി, നമ്മളിപ്പോൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരുന്ന അറിയാം. ക്രിക്കറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ബോളിന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ അടിച്ചു വിടുന്നുണ്ട് അല്ലേ, ബാറ്റ് കൊണ്ട്. നമ്മൾ ക്രിക്കറ്റ് ബോൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ബാറ്റ്സ്മാൻ അതിന് എന്ത് ചെയ്യും? അടിച്ച് വിടും. അപ്പോൾ ബാറ്റ്സ്മാന്റെ ആ ഒരു എനർജി, ബാറ്റ്സ്മാൻ നല്ല എനർജി ഉണ്ടെങ്കിൽ നല്ല ഷോട്ടുകൾ കളിക്കാൻ പറ്റുള്ളൂ, ഒരുപാട് ബൗണ്ടറീസും റൺസും ഒക്കെ നേടാൻ പറ്റില്ല. അതുപോലെ തന്നെ സോഴ്സിനും നല്ലൊരു എനർജി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് അത്രയും എഫിഷ്യന്റ് ആയിട്ട് അതിൽ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, സോ ഇൻ ഓർഡർ ടു മൂവ് ഇലക്ട്രോൺസ് ഇൻ എ സർക്യൂട്ട്, ഓക്കെ, ഇൻ ഓർഡർ ടു മൂവ് ഇലക്ട്രോൺ, സർക്യൂട്ടിലെ കമ്പോണൻസ് നമ്മൾ നോക്കിയായിരുന്നു. എന്തൊക്കെയായിരുന്നു? സോഴ്സ് ഉണ്ടായിരുന്നു, കണ്ടക്ടർ ഉണ്ടായിരുന്നു, ലോഡ് ഉണ്ടായിരുന്നു, കൺട്രോൾ ഡിവൈസ് ആയിട്ടുള്ള സ്വിച്ച് ഉണ്ടായിരുന്നു അല്ലെ. ഈ 4 കമ്പോണൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയ കാര്യങ്ങളാണ്. ഇനി വരുന്നത് എന്താണ്? ഈ പറയുന്ന EMF, ആ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സാധനം നമ്മൾ അത് നോക്കി. സോഴ്സ് സ്പെസിഫിക്കലി പറഞ്ഞാൽ സോഴ്സ് എല്ലാം ജനറലി നമ്മൾ വോൾട്ടേജ് സോഴ്സ് ആണ് കേട്ടോ പറയുക. അതിന്റെ അകത്ത് നിന്നാണ് പിന്നെ നമ്മൾ കറണ്ട് സോഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ഈ എനർജി റിക്വയർഡ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സസ്, സോ ഫോർ എക്സാമ്പിൾ നമുക്ക് മോസ്റ്റ് ഫെമിലിയർ ആയിട്ടുള്ള കുഞ്ഞിലെ നമ്മൾ ചെറിയ മോട്ടറൊക്കെ എന്ത് ചെയ്യും? ബാറ്ററിയിൽ കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ LED ബൾബൊക്കെ ബാറ്ററിയിൽ കണക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട്, കത്തിച്ചിട്ട് മോട്ടർ, ചെറിയ ടോയ് മോട്ടറൊക്കെ നമ്മൾ കറക്കി കളിച്ചിട്ടുണ്ടാവും കുഞ്ഞിലെ കാര്യങ്ങൾ. സോ ദാറ്റ് ഈസ് എന്താണ്? സോഴ്സ്. ആ കറങ്ങാനുള്ള വെറുതെ ഇരുന്ന മോട്ടർ ഇറങ്ങൂല, അവിടെ ഒരു സോഴ്സ് കൊടുക്കണം അല്ലേ. സോ അതാണ്. ഇപ്പോ ടോർച്ച് ലൈറ്റ്, ദ ബാറ്ററി ഈസ് സോഴ്സ് ഓഫ് ഇലക്ട്രിക് എനർജി. ബാറ്ററി ഉള്ള ടോർച്ച് ലൈറ്റുകൾ ഉണ്ടല്ലേ, അതെന്താണ്? ബാറ്ററിയാണ് ആ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, the terminals of the battery are indicated in the circuit symbols by 2 lines. ബാറ്ററിയുടെ കേസ്, ബാറ്ററി is a source. EMF ന്റെ ഒരു സോഴ്സ് ആണ് ബാറ്ററി. സോ ടെർമിനൽസിന്റെ ഇൻഡിക്കേഷൻ അറിയാലോ എങ്ങനെയാണ്? there symbol by 2 lines. 2 ലൈൻസ് നമുക്ക് അവിടെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ 2 ലൈൻസ് ഉണ്ടാവും. ഓക്കെ, 2 പാരലൽ ആയിട്ട് 2 ലൈൻസ് ഉണ്ടാവും, സമാന്തരമായിട്ട് 2 വരകൾ ഉണ്ടാവും. ആ 2 വരകളുടെ നീളങ്ങൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ, നീളങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് പറയുന്നത് the longer line for the positive and the shorter line to the negative terminal. ലോങ്ങർ ലൈൻ എന്തായിരിക്കും? പോസിറ്റീവിനും ഷോർട്ടർ ലൈൻ നെഗറ്റീവ് ടെർമിനലാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ ലോങ്ങർ ലൈൻ, ഇതിൽ ലോങ്ങർ ലൈൻ ഏതാ? ഇത്. അപ്പൊ ഇതിന് എന്ത്? പോസിറ്റീവിനും. ഷോർട്ടർ ലൈൻ ഏതാ? നെഗറ്റീവിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, നെഗറ്റീവ്. സോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ടെർമിനൽസ് കണക്ട് ചെയ്ത് കാണിക്കും. ഈ രണ്ട് ബ്ലാക്ക് ലൈൻസ് ആണ് അതിന്റെ ടെർമിനൽസ്. ഓക്കെ, സോ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, വിത്ത് ബാറ്ററി the negative terminal
contains, within the battery, the negative terminal contains an excess of electrons, whereas the positive terminal has a deficit of electrons. അതായത് നമ്മളിപ്പോൾ ഈ ബാറ്ററിയുടെ കാര്യം, ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബാറ്ററി അല്ലേ, എന്താണത് ഇങ്ങനെ ഇരിക്കും. നമ്മൾ ബാറ്ററികളെല്ലാം എന്താ പറയുക, നമ്മൾ ക്ലോക്കിൽ റിമോട്ടിലൊക്കെ നമ്മൾ ബാറ്ററികൾ യൂസ് ചെയ്യാറുണ്ട്. സോ ബാറ്ററി എന്ത് ചെയ്യും, ഈ ഒരു ഷേപ്പിലിരിക്കുന്നുണ്ട്. ബാറ്ററി നോക്കിയാൽ ഇവിടെ എന്തുണ്ടാവും, പോസിറ്റീവ് ടെർമിനൽ ഉണ്ടാവും അല്ലേ, ഇത് ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ ആ പ്രൊജക്ഷൻ ഒന്നും ഇല്ലാത്ത നെഗറ്റീവ് ആയിരിക്കും. സോ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുക, പോസിറ്റീവ് എടുക്കുക, ഇത് നമ്മൾ പോസിറ്റീവ് എടുക്കും, നമ്മൾ നെഗറ്റീവ് ഇതെടുക്കും. പൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ബാറ്ററിയുടെ കേസിൽ പൊളാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. ഓക്കെ, സോ ഈ നെഗറ്റീവ് ടെർമിനലിന്റെ പ്രത്യേകത, ഇതിനകത്ത് ഇലക്ട്രോഡ്സ് ഒക്കെ ഉണ്ട്. നമ്മൾ ബാറ്ററി, സെൽസ് ആൻഡ് ബാറ്ററീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് കുറെ 2 ഇലക്ട്രോഡ്സ് ഉണ്ടാവും, അതിന്റെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും, പോകുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഉറപ്പായും പഠിച്ചിരിക്കും. സോ ഇവിടെ ഈ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും, നെഗറ്റീവ് ടെർമിനലിന്റെ കേസ് നമ്മൾ പറഞ്ഞു കണ്ടക്ടർ, ഇതിന്റെ ഇവിടെ നമ്മളൊരു കണ്ടക്ടർ എടുത്ത് കണക്ട് ചെയ്ത്, ഓക്കെ, ഒരു കണ്ടക്ടർ കണക്ട് ചെയ്ത് വെച്ചു കോയിലുമായിട്ട്. അപ്പൊ എന്താ സംഭവിക്കുക, കറണ്ട് ഫ്ലോ ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലേ. കറണ്ട് ഫ്ലോ നമ്മൾ കൺവെൻഷണൽ കറണ്ട്, ഇലക്ട്രോൺ കറണ്ട് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. കൺവെൻഷണൽ കറണ്ട് എന്താണ്, പോസിറ്റീവ് നെഗറ്റീവിലേക്ക്, ഇലക്ട്രോണിക് കറണ്ട് നെഗറ്റീവ് ടു പോസിറ്റീവിലേക്ക്. നമ്മളിപ്പോ ഇലക്ട്രോണിന്റെ കേസ് എടുക്കുക, ഇലക്ട്രോണിന്റെ കേസ് നമ്മൾ എന്താണ്, ഇതിനകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അല്ലെ, ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്, ഈ കണ്ടക്ടറിനകത്ത് ഫ്രീ ഇലക്ട്രോൺ ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോണിനെ ഡ്രൈവ് ചെയ്യാനുള്ള ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുക. അതായത് നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യുക. ആക്ച്വലി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കൂടുതൽ ഫ്രീ ഇലക്ട്രോൺസ് വേണം. ആ ഫ്രീ ഇലക്ട്രോൺസ് ഉള്ള സ്ഥലത്തിനാണ് നമ്മൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ ആ ഇലക്ട്രോൺസ് ഉള്ള സ്ഥലത്തിനാണ് നമ്മൾ നെഗറ്റീവ് ടെർമിനലായിട്ട് എടുക്കുന്നത്. സോ അതാണ് പറയുന്നത്, നെഗറ്റീവ് ടെർമിനൽ കണ്ടെയ്ൻസ് ആൻ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, whereas the positive terminal has the deficit of electron. പോസിറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസ് ഇല്ല, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് വളരെ 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 കുറവാണ് പോസിറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കൂടുതലുള്ള ഒരു സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സെൽസിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഇലക്ട്രോ കെമിക്കൽ സെൽസും അല്ലെങ്കിൽ സെൽസിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടാണ്. ഇലക്ട്രോൺസ് എന്താണ്, ഇലക്ട്രോൺസ് മോർ ആണ്. ഇവിടെ ഇലക്ട്രോൺസ് എന്താണ്, ലെസ്. ഓക്കെ, ഇലക്ട്രോൺസ് കുറവാണ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അതാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഡയറക്ഷൻ, ഇലക്ട്രോണിക് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിസിറ്റ് ഓഫ് ഇലക്ട്രോൺ ഇൻ ദ പോസിറ്റീവ് ടെർമിനൽ. The battery is said to have an electromotive force which is available to drive the free electrons in the closed path of the electric circuit. ഇതാണ് ഞാനിപ്പോ ഡിസ്ക്രൈബ് ചെയ്തത്. എന്താണ്, ഫ്രീ ഇലക്ട്രോൺസിനെ ഒരു ക്ലോസ്ഡ് പാത്തിൽ കൂടെ ഡ്രൈവ് ചെയ്യാനുള്ള ബാറ്ററി കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യും, മോട്ടീവ് മീൻസ് അതിനെ മൂവ് ചെയ്യിക്കുക, മോഷൻ, ഇലക്ട്രോൺസിനെ മോഷനിലാക്കാനുള്ള ഫോഴ്സ്. ഇലക്ട്രോൺസിനെ മോഷനിലാക്കുക, ചലിപ്പിക്കാൻ ഉള്ള ഫോഴ്സിനാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഓക്കെ, the difference in distribution of electrons between two terminals of the battery produces this EMF. അതാണ് ഞാൻ പറഞ്ഞത്, ഒരിടത്ത് കൂടുതലാണ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്, മറ്റിടത്ത് ഇലക്ട്രോൺസ് കുറവാണ്. അതായത് നെഗറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുതലാണ്, പോസിറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത് അല്ലെ, കറണ്ട് ഫ്ലോ സംഭവിക്കുന്നത്. കാണുന്നുണ്ടോ, ആ പോർഷൻ കാണുന്നുണ്ടോ, ടു ഡ്രൈവ് ദ ഫ്രീ ഇലക്ട്രോൺസ് അല്ലെ. വാട്ട് ഈസ് EMF? EMF of a battery. Okay, battery is said to have an EMF which is available to drive the free electrons in the closed path of the electrical circuit. Okay, electrical circuit. So അപ്പോ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. സോ ഇവിടെ ഒരു സർക്യൂട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ, ഒരു സർക്യൂട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. EMF is the electrical force which is initially available in the electrical source. അപ്പൊ EMF എവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഇറ്റ് ഈസ് ഇനിഷ്യലി അവൈലബിൾ ഇൻ ദി ഇലക്ട്രിക്കൽ സോഴ്സ്. ഇലക്ട്രിക്കൽ സോഴ്സിലാണ് ആര് അവൈലബിൾ ആയിട്ടുള്ളത്, EMF അവൈലബിൾ ആയിട്ടുള്ളത്, which causes to move the free electrons in a conductor.
സോ ഈ ഫിഗർ നോക്കിയാൽ ഇതാണെന്ത്, ഇവിടെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. സോഴ്സ് ഇവിടെയാണ് ആരുള്ളത്, ഇവിടെയാണ് EMF ഉള്ളത്. ഈ EMF എന്ത് ചെയ്യുന്നു, ഇതിനകത്തുള്ള ഈ കണ്ടക്ടറുള്ള ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കുന്നു. ഫ്രീ ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യിക്കുന്നു. അതെന്ത് ചെയ്യുന്നു, അത് ഈ R എന്ന് പറയുന്നത് നമ്മുടെ ലോഡാണ്. ലോഡിലേക്ക് വരുന്നു. ഇവിടെ സ്വിച്ച് കാണിച്ചിട്ടില്ല. ഇവിടെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ലോഡ്, അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ ലോഡാണ് മെഷർ ചെയ്യാൻ ഇവിടെ ഒരു DC വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ യൂണിറ്റ് ഓഫ് EMF എന്താണ്, EMFന്റെ യൂണിറ്റ് നമ്മളിവിടെ 3 ക്വാണ്ടിറ്റീസിന് സെയിം യൂണിറ്റ് പഠിക്കും. 3 ക്വാണ്ടിറ്റീസിന് സെയിം യൂണിറ്റ് പഠിക്കും. നമുക്ക് അങ്ങോട്ട് നോക്കാം. ആദ്യം EMFന്റെ യൂണിറ്റ് എന്താണ്, വോൾട്ട്. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ E. ഓക്കെ, ഈ റെപ്രസെന്റേഷൻ കാര്യം വളരെ ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യമല്ല. E എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, EMF A ആണ് EMF എന്ന് എടുത്താൽ ദാറ്റ് ഇസ് A ആണ് EMF. സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്താണ് E ആണ് എടുക്കുന്നത്, അത്രേ ഉള്ളൂ. ലെറ്റ് E ബി EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ആണ് EMF. ലെറ്റ് A ബി ദ EMF എന്ന് പറഞ്ഞാൽ A ആണ് EMF. L ആണ് EMF എന്ന് പറഞ്ഞാൽ L ആണ് EMF. X ആണ് EMF എന്ന് പറഞ്ഞാൽ X ആണ് EMF. അത്രേ ഉള്ളൂ. ജനറലി ഡിനോട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മളിവിടെ കാണിക്കുന്നത് കേട്ടോ. ഓരോ സിറ്റുവേഷൻസിൽ നമുക്ക് മാറ്റി മാറ്റി വേരിയബിൾസ് എടുക്കാം. ഓക്കെ, സോ ഇറ്റ് ഈസ് ഡിനോട്ട് ബൈ ദ ലെറ്റർ E. പൊതുവായിട്ട് എന്താണ് എടുക്കുന്നത്, E. ആ കാര്യം മാത്രം ഒന്ന് ഓർത്തിരിക്കുക. പൊതുവായിട്ട് EMFന് നമ്മൾ E എന്ന് റെപ്രസെന്റ് ചെയ്യും. And it cannot be measured by any meter. EMF ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യില്ല. EMF ശരിക്കും മെഷർ ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഏതൊരു ബാറ്ററി എടുത്തപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള സോഴ്സ് ബാറ്ററി. ഓക്കെ, ആ ബാറ്ററി എടുക്കുമ്പോൾ ആ ബാറ്ററി ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടാവും അല്ലേ. മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടാവും, ബാറ്ററി ഉണ്ടാക്കാനായിട്ട് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ടാവും. സോ ഇപ്പോൾ ഇതൊരു പോസിറ്റീവ് ടെർമിനൽ ആണെന്ന് വെച്ചോളൂ. സോ ഇതിനകത്ത് ഒരുപാട് മെറ്റീരിയൽസ്, ഇലക്ട്രോഡ്സ് ഉണ്ടാവും. നടുക്കൂടെ ഇലക്ട്രോഡ് ഉണ്ടാവും, അതിനൊക്കെ സറൗണ്ട് ചെയ്ത ഇലക്ട്രോലൈറ്റ് ഉണ്ടാവും, പിന്നെ അടുത്തൊരു ഇലക്ട്രോഡ് ഉണ്ടാവും. സോ ഇതിന്റെ അകത്തല്ല ഇതിനെല്ലാം ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് ഒന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഈ റെസിസ്റ്റൻസിൽ കൂടെ EMFും റെസിസ്റ്റൻസും കൂടെ അവിടെ വന്ന് നമ്മൾ പുറത്ത് സർക്യൂട്ടിലേക്ക് ഇതിനെ എടുത്താൽ എന്ത് സംഭവിക്കുന്ന അറിയോ, ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. നേരത്തെ പറഞ്ഞല്ലോ, ഒരു കറണ്ട് I ഇതുവഴി ഫ്ലോ ചെയ്യും അല്ലേ, അത് നമുക്കറിയാം. ഒരു കറണ്ട് I ഇതുവഴി ഫ്ലോ ചെയ്യും. ഈ കറണ്ട് I ഫ്ലോ ചെയ്താൽ എന്താ സംഭവിക്കുക, ഈ റെസിസ്റ്റൻസ് ഒരു ഡ്രോപ്പ് ഉണ്ടാക്കും. റെസിസ്റ്റൻസ് എപ്പോഴും എന്ത് ചെയ്യും, പവറിനെ ഡിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഡ്രോപ്പ് നമ്മൾ EMFൽ കൺസിഡർ ഡ്രോപ്പും കൂടെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, EMF എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് EMF നമ്മൾ മെഷർ ചെയ്യാറില്ല. എന്താണ്, ഇറ്റ് കനോട്ട് ബി മെഷർഡ് ബൈ എനി മീറ്റർ. നമ്മൾ ഏത് മീറ്റർ യൂസ് ചെയ്താലും അവിടെ ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള ബാക്കി വോൾട്ടേജ് നമുക്ക് കിട്ടുള്ളൂ. ദാറ്റ് ഈസ് കോൾഡ് ടെർമിനൽ വോൾട്ടേജ്. അത് നമ്മൾ പഠിക്കും. ഒരു ഡ്രോപ്പ് കഴിഞ്ഞുള്ള ബാക്കി വോൾട്ടേജ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇറ്റ് കനോട്ട് ബി മെഷർഡ് ബൈ എനി മീറ്റർ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഓൺലി കാൽക്കുലേറ്റ് ബൈ യൂസിങ് ദ ഫോർമുല E, അതായത് EMF ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ്. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ. ഇതിനകത്ത് ഒരു റെസിസ്റ്റൻസ് R ഉണ്ടാവും, അതിൽ കൂടെ ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുമ്പോൾ IR എന്നോ RI എന്നോ ഒക്കെ പറയുന്ന എന്തായാലും അതൊരു വോൾട്ടേജ് ആണ്. ആ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ വരും. ഇതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ടെർമിനൽ വോൾട്ടേജ് എന്നൊക്കെ നമുക്ക് വേറെ മീനിങ്ങിൽ നമുക്ക് പറയാം. ഓക്കെ, സോ E ഈസ് ഈക്വൽ ടു V പ്ലസ് IR ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫോർമുല. ഒരു സർക്യൂട്ടിൽ ഒരു സോഴ്സ് കണക്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മെയിൻ ഫോർമുല എന്താണ്, E ഈസ് ഈക്വൽ ടു V പ്ലസ് IR. അത് നമുക്ക് ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ ഈ E എന്ന് പറയുന്നത്, EMF E എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ V, അതായത് ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഉണ്ടല്ലോ V പ്ലസ് IR, അതായത് ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് IR. ഓക്കെ, സർക്യൂട്ടിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് IR. ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഡ്രോപ്പ്. അത് ഇവിടെ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാണുന്ന ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് വേറൊരു മീനിങ് ആണ് കേട്ടോ. ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് റെസിസ്റ്റൻസ് ലോഡ് ആണെങ്കിൽ ഇതിന് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് എടുക്കുവാണെങ്കിൽ ഇത് ഓക്കെ. അല്ലെങ്കിൽ എന്താണ്, V എന്ന് പറയുന്നത് IRന് ഈക്വൽ ആയിരിക്കും. അത് നമ്മൾ വേറൊരു കോൺസെപ്റ്റിൽ നമ്മളത് പറയുന്നതായിരിക്കും കേട്ടോ. V ഈസ് ഈക്വൽ ടു IR നമ്മൾ പറയുന്ന എപ്പോഴാ, ഈ R റെസിസ്റ്റൻസ് ഇവിടെ മാത്രം, ഈ ലോഡിന്റെ മാത്രം റെസിസ്റ്റൻസ് Rഉം
ഇതിൽ കൂടെ പോകുന്ന കറണ്ട് ഐ ആണെങ്കിൽ ഈ വി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ആറിന് ഈക്വൽ ആയിരിക്കും. ബി ഈസ് ഈക്വൽ ടു ഐ ആറിന് ഈക്വൽ ആയിരിക്കും. അത് ഈ ഐ ആറുമായിട്ട് ബന്ധമില്ല. ഈ ഐ ആർ എന്താ? ഇത് ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് ഈ ആർ, അല്ലെങ്കിൽ നമുക്ക് സ്മോൾ ആർ ചെയ്യാം. ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇന്റേണൽ റെസിസ്റ്റൻസ്. ഓക്കെ. Then electromotive force is essential to drive the electrons in circuit. ഇത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. എന്താണ്? സർക്യൂട്ടിൽ ഇലക്ട്രോൺസിനെ ഡ്രൈവ് ചെയ്യാനായിട്ട് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. Then this force is obtained from the source of supply, that is torch light, dynamo, etc. അപ്പോൾ സോഴ്സ്, ഓക്കെ, സോഴ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് എടുക്കുന്നത് അല്ലേ? ഫോഴ്സ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി സോഴ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. The system of international SI unit of electromotive force is volt. SI unit of electromotive force എന്താണ്? EMF ന്റെ SI unit എന്ന് പറഞ്ഞാൽ വോൾട്ട് ആണ് കേട്ടോ. EMF ന്റെ SI unit is volt. Okay. So